നമസ്കാരം. ഐസ് ഓഫ് വെച്ചതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുമോ? എനിക്ക് വലിയ സന്തോഷം. സമൃദ്ധിയിൽ നിന്നും ചായയും കടിയും കഴിച്ചിട്ടാകാം ഇന്നത്തെ തുടക്കം. വാട്ടർ മെട്രോയിലും ഫെറി സർവീസിലുമൊക്കെ ട്രാവൽ ചെയ്ത് ഞാൻ വന്നിറങ്ങിയത് ഫോർട്ട് കൊച്ചിയിലാണ്. ഇവിടെ മട്ടാഞ്ചേരി തെരുവുകളിലൂടെയും ജൂറ തെരുവുകളിലൂടെയും ഒരു നടത്തം, അതാണ് ഇന്നത്തെ പ്ലാൻ. കൊച്ചിൻ ബിനാലെ നടക്കുന്ന സമയമായതിനാൽ അത്യാവശ്യം കലാ ആസ്വാദകരുടെ ഒരു കൂട്ടം എവിടെയും നമുക്ക് കാണാൻ കഴിയും. ടൂറിസം മേഖലയിൽ ഒരുപാട് വളരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. അതിന് വേണ്ടുന്നതെല്ലാം പ്രകൃതി നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓരോ നഗരവും തെരുവുകളും എങ്ങനെ ആകർഷകമാക്കി വൃത്തിയോടെ ലോകത്തിന് മുന്നിൽ വയ്ക്കാം എന്നുള്ളതിന് ഈ തെരുവുകളിലെ കാഴ്ച നമുക്ക് മാതൃകയാക്കാം. കേരളത്തിൽ എറണാകുളം ജില്ലയിലെ കൊച്ചി കോർപ്പറേഷൻ്റെ പരിധിയിലാണ് മട്ടാഞ്ചേരി സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി നഗരത്തിൽ നിന്ന് ഇവിടേക്ക് ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. റോഡ് മാർഗവും ബോട്ട് മാർഗവും നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയും. സർക്കാരിൻ്റെ റെഗുലർ ബോട്ട് സർവീസിന് പുറമേ വാട്ടർ മെട്രോ സർവീസും ലഭ്യമാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും നമ്മൾ നടന്ന് മട്ടാഞ്ചേരിയിലേക്ക് കയറുമ്പോൾ വൈദേശികാധിനിവേശ കാലം മുതൽ പ്രാധാന്യമുള്ള ഒരു തെരുവിലേക്കാണ് എത്തിപ്പെടുക. സുഗന്ധദ്രവ്യങ്ങൾ തേടിയുള്ള വൈദേശികരുടെ അന്വേഷണം ഈ തെരുവുകളിൽ എത്തപ്പെട്ടു. ഇന്നും അതിൻ്റെ അവശേഷിപ്പുകളും ഓർമ്മപ്പെടുത്തലുകളും ഈ തെരുവിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ ജൂത കൂട്ടായ്മ ഏറെ സന്തോഷകരമായി കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് മട്ടാഞ്ചേരി ജൂത തെരുവ്. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന സാംസ്കാരിക സൗഹാർദ്ദത്തിൽ ഉന്നതിയിലാണ്. ഇവിടെയാകട്ടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതരും കൊങ്കണി ഭാഷാ സമൂഹവും ഗുജറാത്തികളും ജൈനരും ഉൾപ്പെടുന്ന ഒരു മിശ്രിത സമൂഹ സംസ്കൃതി നമുക്കിവിടെ ദർശിക്കാൻ കഴിയും. അതും തികഞ്ഞ ബഹുമാനത്തോടെ സൗഹാർദ്ദപരമായി പരസ്പരം മാതൃകയായി ജീവിക്കുന്ന ഒരു ജനത. ഈ തെരുവിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. AD 1522 കൊങ്കണി ഭാഷ സംസാരിക്കുന്ന ഗൗഡ സാരസ്വത ബ്രാഹ്മണർ മട്ടാഞ്ചേരിയിലേക്ക് കുടിയേറുന്നത്. AD 1530 സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ എത്തുകയും ക്രിസ്ത്യൻ മിഷൻ ആരംഭിക്കുകയും ചെയ്യുന്നു. 1550 സിറിയൻ ആരാധനാലയമായ, അതായത് നമ്മുടെ കൂനൻ കുരിശ് സത്യമൊക്കെ നടന്ന അവർ ലേഡീസ് ചർച്ച് സ്ഥാപിതമായി. 1567 പരദേശി ജൂതർ എന്നും വെള്ള ജൂതർ എന്നും അറിയപ്പെടുന്ന ജൂത സമൂഹം കൊട്ടാരത്തിനടുത്ത് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി. 1599 രാജാവ് കരമൊഴിവാക്കി നൽകിയ ഭൂമിയിൽ കൊങ്കണി ബ്രാഹ്മണർ തിരുമല ദേവസ്വം ക്ഷേത്രം നിർമ്മിച്ചു. 1662 ഡച്ചുകാരുമായുള്ള യുദ്ധത്തിൽ ഗോതരാജവർമ്മയ്ക്ക് അധികാരം നഷ്ടപ്പെടുകയും വീരകേരളവർമ്മയെ ഡച്ചുകാരുമായിട്ടുള്ള സന്ധിയുടെ അടിസ്ഥാനത്തിൽ അധികാരാഹിതനാക്കുകയും ചെയ്തു. 1666 ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ തന്നെ ആദ്യത്തെ മുനിസിപ്പാലിറ്റിയായി ഫോർട്ട് കൊച്ചി നിലവിൽ വരുന്നത്. AD 1668 ഡച്ചുകാർ കൊട്ടാരം നിർമ്മിക്കുകയും ഫോർട്ട് കൊച്ചിയെ ഒരു വലിയ പോർട്ടായി ഉയർത്തുകയും ചെയ്തു. AD 1773 ഹൈദരാലിയുടെ നേതൃത്വത്തിൽ മൈസൂർ രാജ്യത്തിൻ്റെ അധിനിവേശമുണ്ടാകുന്നു. 1790 മുതൽ 1805 വരെ കൊച്ചിയിലെ ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലഘട്ടമായിരുന്നു. 1795 ബ്രിട്ടീഷുകാർ ഡച്ചുകാരുടെ കയ്യിൽ നിന്ന് കൊച്ചി പിടിച്ചെടുക്കുന്നത്. 1813 ഗുജറാത്തിലെ കച്ചിൽ നിന്ന് കച്ച് മുസ്ലിംസ് മട്ടാഞ്ചേരിയിലേക്ക് കുടിയേറിയിട്ട് അവർ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കുന്നു.
1850 മഹാരാഷ്ട്ര ബ്രാഹ്മിൺ സമൂഹവും കുടിയേറുന്നു. 1960 കൊച്ചിയിൽ ജൈനക്ഷേത്രം സ്ഥാപിതമാകുന്നു. പ്രധാനപ്പെട്ട ചരിത്ര നിർമ്മിതികളെക്കുറിച്ച് പറഞ്ഞാൽ കൊച്ചി രാജാവിൻ്റെ പഴയ കൊട്ടാരം, അതായത് പള്ളിയൂർക്കാവ് ദേവി ടെമ്പിൾ 1404, ചെമ്പിട്ടപ്പള്ളി മോസ്ക്, മട്ടാഞ്ചേരി പാലസ്, മലബാറി ജൂ സിനഗോഗ്, പരദേശി ജൂ സിനഗോഗ്, തിരുമല ദേവസ്വം ടെമ്പിൾ, അവർ ലേഡീസ് ചർച്ച്, കൂനൻകുരിശ് പള്ളി തുടങ്ങിയവയാണ്. മട്ടാഞ്ചേരിയിലെ ജനവാസ കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലെ പ്രധാന ഘടകവും ഈ പ്രദേശത്തെ വൈവിധ്യമാർന്ന സാംസ്കാരിക സമൂഹങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയും വ്യാപാരമായിരുന്നു. മട്ടാഞ്ചേരിയിൽ ഒരു കാലത്ത് സജീവമായിരുന്ന വിപുലമായ വ്യാപാര പ്രവർത്തനങ്ങളുടെ അവശേഷിക്കുന്ന ഏക ഭൗതിക തെളിവാണ് ഇവിടുത്തെ സുഗന്ധവ്യഞ്ജന വ്യാപാരശാലകളും വലിയ ഗോഡൗണുകളും ഉൾപ്പെടുന്ന ബസാർ റോഡ്. ഈ പാതയോരത്തെ നിർമ്മിതികളും അവിടെ നിലനിൽക്കുന്ന വ്യാപാര പ്രവർത്തനങ്ങളുമൊക്കെ ഈ സ്ഥലത്തിന് സവിശേഷപരമായ ചരിത്രമൂല്യം നൽകുന്നു. വേമ്പനാട് കായലിലെ ബോട്ട് മാർഗമുള്ള ചരക്ക് നീക്കത്തെയും ബസാർ റോഡിലെ വ്യാപാര ഇടപാടുകളെയും അടിസ്ഥാനമാക്കിയാണ് ഇവിടുത്തെ ഗോഡൗണുകളുടെ സവിശേഷമായ നിർമ്മാണ ശൈലിയും രൂപപ്പെട്ടത്. മട്ടാഞ്ചേരി നഗരത്തിൻ്റെ കിഴക്കേ അതിർത്തിയിൽ കായലോരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അടുത്തടുത്തായി പണികഴിപ്പിച്ച ഇത്തരം കൂറ്റൻ ഇരട്ട ഉയരമുള്ള കെട്ടിടങ്ങളുടെ ആ ഒരു ഘടനയും ഉപയോഗവും ഒക്കെ അവിടുത്തെ വ്യാപാരത്തെയും അതുമായി ബന്ധപ്പെട്ട ജനവിഭാഗങ്ങളെയും ആ സംഭരിക്കപ്പെട്ട ആ ചരക്കുകളെയും ഒക്കെ ആശ്രയിച്ചായിരുന്നു. മട്ടാഞ്ചേരിയിലെ പുരാതനമായ യഹൂദ ആരാധനാലയമായ മട്ടാഞ്ചേരി ജൂതപ്പള്ളിയിലേക്കാണ്, അതായത് സിനഗോഗ് എന്നറിയപ്പെടുന്ന ആ മട്ടാഞ്ചേരി ജൂതപ്പള്ളിയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും പഴയ സിനഗോഗായാണ് ഈ ജൂതപ്പള്ളി അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ജൂതപ്പള്ളി പണികഴിപ്പിച്ചത് AD 4-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരിൽ, അതായത് കാങ്കനൂരായിരുന്നു. ആ കാലഘട്ടത്തിൽ ജൂതന്മാർ തെക്കേ ഇന്ത്യയിൽ കേരളത്തിലെ മലബാർ തീരത്ത് ഉടനീളം വാണിജ്യ രംഗത്ത് നല്ലൊരു സ്ഥാനം വഹിച്ചിരുന്നു. AD 14-ാം നൂറ്റാണ്ടിൽ അവർ കൊച്ചിയിലേക്ക് മാറി താമസിക്കുകയും ഇവിടെ പുതിയ സിനഗോഗ് പണിയുകയും ചെയ്തു. വൈകുന്നേരങ്ങളിൽ ഇവിടെ കുറച്ച് സമയം ചിലവഴിക്കുന്നത് പഴയ ചരിത്ര താളുകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം തന്നെയാണ്. ചരിത്രം അന്വേഷിച്ചിറങ്ങുന്നവർക്ക് മിനിമം ഒരാഴ്ചയെങ്കിലും തങ്ങേണ്ടി വരും. കാരണം ഓരോ നിർമ്മിതിക്കും പറയാനുണ്ടാകും ഒരുപാട് കഥകൾ, ചരിത്രങ്ങൾ. അങ്ങനെ മട്ടാഞ്ചേരിയുടെ ചരിത്രത്തിലൂടെ നടന്ന് എറണാകുളത്തേക്ക് ബസ് കയറി. ഇവിടെ നിന്ന് ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണം. 8:30 എനിക്ക് പോകേണ്ട ട്രെയിൻ. ജൂറത്തെരുവിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലോ എന്ന് ആലോചിച്ചിരുന്നു. പക്ഷേ അവിടെ ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കിയുള്ള പ്രീമിയം ലെവൽ ഭക്ഷണശാലകളാണ് കൂടുതലും. നമുക്കൊരു നല്ല ഓപ്ഷൻ എന്ന് പറയാവുന്നത് ഫോർട്ട് കൊച്ചിയിലുള്ള സമൃദ്ധിയാണ്. അത് നമ്മുടെ കേരള സർക്കാരിൻ്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന അത്യാവശ്യം നല്ല രീതിയിൽ നടത്തപ്പെടുന്ന ഒരു ഭക്ഷണശാലയാണ്. അങ്ങനെ കായൽ കയറ്റേറ്റ് വൈകുന്നേരമുള്ള ബസ് യാത്ര. എത്തിപ്പെട്ടത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ബസ് സ്റ്റോപ്പിലാണ്. ഇവിടെയുമുണ്ട് കേരള സർക്കാരിൻ്റെ സമൃദ്ധി റെസ്റ്റോറൻറ്റ്. നല്ല ഭക്ഷണം കിട്ടും, അതും പോക്കറ്റ് കാലിയാവാതെ. യാത്രകൾ അവസാനിക്കുന്നില്ല. അങ്ങനെ സമൃദ്ധിയോട് വിട പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലേക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.